ഇന്ന് നമുക്ക് ഹെൽത്തിയായ ഒരു ചോറുണ്ടാക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. 3 നെല്ലിക്ക എടുത്ത് ഇതുപോലെ മുറിച്ചെടുക്കാം. അതിനുശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. 1 ടീസ്പൂൺ നിലക്കടല, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 2 വറ്റൽമുളക്, 2 പച്ചമുളക് ഇതും ഒന്ന് മുറിച്ച് വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 2 നുള്ളി കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് 2 വെളുത്തുള്ളി മുറിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നേരത്തെ പ്ലേറ്റിൽ കാണിച്ച സാധനങ്ങളിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച നെല്ലിക്ക ഇട്ട് കൊടുക്കാം. അതുമൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇത് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റൈസാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ഗ്ലാസ് കൈമ റൈസ് വേവിച്ച് വെച്ചിരുന്നു. ഉപ്പിട്ടാണ് വേവിച്ചത്. അത് ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. മല്ലിയില ഇട്ടിട്ടില്ലെങ്കിലും ഇതിന് നല്ല സ്വാദാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ഒഴിക്കണമെന്നില്ല. എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്താൽ പോഷകസമൃദ്ധമായ ചോറ് റെഡിയായി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.